നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ പൂരം സമാപിച്ചു. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ആവേശക്കാഴ്ചയായ കുടമാറ്റത്തിന് സാക്ഷിയായി ജനസാഗരം. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നിറത്തിലുമുള്ള കുടകൾ പൂരപ്രേമികൾക്ക് നയന മനോഹര കാഴ്ചയൊരുക്കി. പൂരം ചടങ്ങുകൾക്ക് പോലീസ് തടസ്സം നിന്നതോടെ തൃശൂർ പൂരം ഇന്ന് പുലർച്ചെയോടെ നിർത്തിവെച്ചു. തിരുവമ്പാടി ദേവസ്വമാണ് പൂരം നിർത്തിവെച്ചത്. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരം സംഭവം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം സമാപിച്ചു. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു ഉപചാരം ചൊല്ലൽ. രാവിലെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ മണികണ്ഠനാലിൽ നിന്നും നായ്ക്കനാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തി ഇരുവിഭാഗത്തിന്റെയും മേളവും കുടമാറ്റവും നടന്നു. ഇതിനുശേഷമായിരുന്നു വടക്കുംനാഥനെ സാക്ഷിയാക്കി ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലൽ. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലലിന് ശേഷം പകൽ വെടിക്കെട്ട് നടന്നു. ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. 2025 മെയ് 6 അടുത്ത തൃശൂർ പൂരം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ആവേശക്കാഴ്ചയായ കുടമാറ്റത്തിന് സാക്ഷിയായി ജനസാഗരം. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നിറത്തിലുമുള്ള കുടകൾ പൂരപ്രേമികൾക്ക് നയന മനോഹര കാഴ്ചയൊരുക്കി. അയോധ്യ രാമക്ഷേത്രം രാംലല ISRO ഉൾപ്പെടെ കുടമാറ്റത്തിൽ ഇടം പിടിച്ചു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കുടകളാണ് ഇരു വിഭാഗങ്ങളും വാനിൽ ഉയർത്തിയത്. പല നിറത്തിലും പല രൂപത്തിലുമുള്ള മികവാർന്ന കുടകൾ നിവർത്തി മത്സരിച്ചുള്ള കുടമാറ്റം ആസ്വദിക്കുവാൻ പതിനായിരങ്ങളാണ് എത്തിയിരുന്നത്. സൂര്യാസ്തമയത്തോടെ LED കുടകളും പ്രത്യേക കുടകളും രംഗപ്രവേശനം ചെയ്തു. ആർപ്പ് വിളികളോടെയാണ് പൂരപ്രേമികൾ വരവേറ്റത്. അയോധ്യ ക്ഷേത്രം ആലേഖനം ചെയ്ത വർണ്ണക്കുടകൾ ശ്രദ്ധയാകർഷിച്ചു. ശ്രീരാമന്റെയും ശിവന്റെയും വിഗ്രഹരൂപങ്ങളും ആനപ്പുറത്തുയർന്നു. തിരുവമ്പാടി വിഭാഗമാണ് അയോധ്യ അടക്കമുള്ള കുടകൾ ഉയർത്തിയത്. ഇരു വിഭാഗങ്ങളും രസകരമായ മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. എങ്കിലും കുടമാറ്റം അവസാനിച്ചപ്പോൾ വ്യത്യസ്തതകൾ പരീക്ഷിക്കുന്നതിൽ ഒരു പിടി മുന്നിൽ തിരുവമ്പാടി വിഭാഗമായിരുന്നുവെന്ന് പറയാം. പൂരപ്രേമികളുടെ ആവേശമാണ് കുടമാറ്റം. ഈ വർഷത്തെ കുടമാറ്റം ഗംഭീരമായി പര്യവസാനിച്ചു. പൂരം ചടങ്ങുകൾക്ക് പോലീസ് തടസ്സം നിന്നതോടെ തൃശൂർ പൂരം ഇന്ന് പുലർച്ചെയോടെ നിർത്തിവെച്ചു. തിരുവമ്പാടി ദേവസ്വമാണ് പൂരം നിർത്തിവെച്ചത്. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരം സംഭവം. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിരാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് പ്രകോപനമായത്. പിന്നാലെ പൂരപ്പന്തലിലെ ലൈറ്റുകൾ കെടുത്തി പ്രതിഷേധമറിയിച്ചു. വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് തന്നെ പോലീസ് ആളുകളെ തടഞ്ഞതോടെ തർക്കമുണ്ടായി. ഇതോടെ രാത്രി പൂരം പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചവാദ്യക്കാരും പൂരപ്രേമികളും മടങ്ങി. ആനകളെ പന്തലിൽ നിർത്തി സംഘാടകരും മടങ്ങി. പൂരം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം ആരോപിച്ചത്. സംഭവത്തിൽ കളക്ടറും തിരുവമ്പാടി സംഘാടകരും തമ്മിൽ ചർച്ച നടത്തി. ചേർപ്പ് അരളിത്തണൽ പെരുമ്പള്ളിശ്ശേരി മില്ലേനിയം ക്ലബ്ബിൽ ഈസ്റ്റർ, ഈദ്, വിഷു ആഘോഷിച്ചു. നമ്മെ തളരാതെ കാക്കുന്നു ദൈവം, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം.
ചന്ദ്രിക ബാലൻ, LC ആന്റണി എന്നിവർ ചേർന്ന് വിഷു കൈനീട്ടം നൽകി. ചെയർമാൻ VS നജീബ്, ജനറൽ കൺവീനർ ശ്രീനി TR എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവ നടന്നു. മണിമുത്തം തന്നിട്ടോ പൊന്മണി പൊൻവീട്ട് സൗഖ്യമാനാനിങ്ക് സൗഖ്യമേ ഉന്നൈ മാറിൽ കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയപ്പുണ്ടോ പതിവില്ലാത്ത വിധം തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സാഹചര്യങ്ങളിൽ ഒഴികെ മുടക്കമില്ലാതെ നടക്കുന്ന വെടിക്കെട്ട് ഇത്തവണ വൈകാൻ ഇടയാക്കിയത് പോലീസ് ഏർപ്പെടുത്തിയ അനാവശ്യ നിയന്ത്രണങ്ങളാണെന്നാണ് ഉയരുന്ന ആരോപണം. വെടിക്കെട്ടിന് മുമ്പ് സ്വരാജ് റൗണ്ടിൽ പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് തർക്കത്തിന് കാരണമായത്. പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെക്കുകയായിരുന്നു. രാത്രിപൂരം വൈകി അവസാനിപ്പിച്ചു. തിരുവമ്പാടിയിലെ രാത്രിപൂരം ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി നടത്തി. പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കേണ്ട വെടിക്കെട്ട് 4 മണിക്കൂറോളം വൈകിയാണ് തുടങ്ങിയത്. ഇത് വെടിക്കെട്ട് കാണാനെത്തിയവരെയെല്ലാം നിരാശരാക്കി. അനാവശ്യമായി തടഞ്ഞും ആളുകളെ തള്ളി മാറ്റിയും ചില പോലീസുകാർ പൂരത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തിന് കളങ്കമുണ്ടാക്കിയെന്നാണ് ആരോപണം. പോലീസ് തന്നെ വിതരണം ചെയ്യുന്ന പാസിന്റെ കാര്യത്തിൽ പോലും അവസാന നിമിഷം വരെ വ്യക്തതയുണ്ടാക്കാനായില്ല. പൂരം സംഘാടകരുമായി പലപ്പോഴും തർക്കത്തിലേർപ്പെട്ടു. തിരുവമ്പാടി ഭഗവതി രാവിലെ പുറത്തിറങ്ങുമ്പോൾ തന്നെ പോലീസ് ഇടപെടൽ സംഘർഷമുണ്ടാക്കി. ആന എഴുന്നള്ളിപ്പിനൊപ്പം ദേവസ്വം ഭാരവാഹികളെപ്പോലും നിൽക്കാൻ അനുവദിക്കാത്തതാണ് പ്രശ്നമായത്. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിലും പ്രശ്നങ്ങളുണ്ടായി. അവസാന നിമിഷമാണ് പോലീസ് വടം കെട്ടാൻ തീരുമാനിക്കുന്നത്. വടം കെട്ടിയപ്പോൾ പലരും ഇതിൽ പെട്ടുപോകുകയും ചെയ്തു. ഇവരെ കുത്തിയും തള്ളിയുമാണ് പോലീസ് പുറത്താക്കിയത്. വഴികളടച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതോടൊപ്പം ഗതാഗതം കൃത്യസമയത്ത് നിയന്ത്രിക്കാനാകാത്തതിനാൽ പൂരം എഴുന്നള്ളിപ്പിലേക്ക് വാഹനങ്ങൾ എത്തുന്ന സ്ഥിതിയുമുണ്ടായി. പഴയ നടക്കാവിൽ നിന്ന് റൗണ്ട് മുറിച്ചു കടന്ന് തേക്കിൻകാട് മൈതാനത്ത് പ്രവേശിക്കാവുന്ന ഗേറ്റ് പോലും പോലീസ് അടച്ചിട്ടു. മുൻവർഷങ്ങളിൽ ചില സമയത്തു മാത്രം അടച്ചിരുന്ന കവാടമാണ് സ്ഥിരമായി കെട്ടിയടച്ചത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുന്ന സമയത്തും പോലീസിന്റെ ഇടപെടലുണ്ടായി. ഇവിടെ നിന്ന് കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവരെ തള്ളി മാറ്റിയത് തർക്കത്തിനിടയാക്കി. വാദ്യാസ്വാദകർക്ക് ചുറ്റും പോലീസിനെ വിന്യസിച്ചു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലും മാറ്റാൻ ശ്രമമുണ്ടായി. പാസ് നൽകിയ പോലീസ് തന്നെ പ്രവേശനം നിഷേധിക്കുന്ന സ്ഥിതിയുണ്ടായി. തർക്കത്തിനൊടുവിലാണ് ചിലയിടത്തെ പ്രശ്നമെങ്കിലും പരിഹരിച്ചത്. അതേസമയം തൃശൂർ പൂരം അട്ടിമറി ഹിഡൻ അജണ്ടയുടെ ഭാഗമെന്നും പോലീസിന്റേത് ശുദ്ധ തോന്നിവാസമെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പോലീസിനെ നിയന്ത്രിക്കാൻ ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ട്, സംസ്ഥാന ഭരണകൂടമുണ്ട്. പിന്നെ എന്തുകൊണ്ടവരെ നിയന്ത്രിച്ചില്ല? കണ്ടെടുത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ബോധവറുണ്ടാക്കിയതാണോ സംശയമുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ? ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു. ഇന്നലെ ബ്രഹ്മസ്വം മഠത്തിൻ്റെ മുമ്പിൽ വെച്ച് വെറുതെ ആളുകളെ ചീത്ത പറയുക, പ്രകോപിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇന്ന കാലത്തൊരു ചർച്ച വെച്ചു. ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ടത്? ഇന്നലെ 11 മണി മുതൽ ഇന്ന് 6 മണി വരെ ജനത്തിനെ മുൾമനയിൽ നിർത്തി. ഒരു വെടിക്കെട്ട് എപ്പോഴാണ് നടത്തിയത്? 7 മണിക്ക് പാറമേക്കാവിൻ്റെ 7:45 തിരുവമ്പാടി. ഞാൻ ഇന്നുണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ. എല്ലാ പൊലിമയും പോയില്ലേ? പകലാണോ വെടിക്കെട്ട് നടത്തുക? രാത്രി പൂരം നടത്തുക, പകൽ വെടിക്കെട്ട് നടത്തുക. അങ്ങനെയാണ്, നേരെ തിരിച്ചല്ലേ വേണ്ടത്. ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് BJPക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടായത്. അതിന് തെളിവല്ല. ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജൻ്റെ കൂടെ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, മനസ്സിലാക്കാം. ഇന്നലെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂരപ്പറമ്പിൽ പോലും കാലത്തൊന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും
ഒരസുഖവും ഇല്ലാണ്ടെന്ന് കാലത്തെത്തി. ഇന്നലെ വന്ന് നടുവേനാന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല. എലഞ്ഞിത്തറ മേളത്തിന് പോലും വന്നില്ല. നരേന്ദ്രമോദിയുമായി പിണറായി ഉണ്ടാക്കിയ അന്തർധാര കേരളത്തിലെ പൊതുസമൂഹവും മതനിരപേക്ഷ മനസ്സുകളും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും UDF സ്ഥാനാർത്ഥികൾ 20 സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. ചേറ്റുവ ഹാർബറിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ ഗുരുവായൂർ ബ്ലോക്ക് തല പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പിണറായി വിജയനെ ഏൽപ്പിക്കുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ CAA കരിനിയമത്തിന് സ്ഥാനം അറബിക്കടലാണെന്നും സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് CH റഷീദ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC മുൻ ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, അരവിന്ദൻ പല്ലത്ത്, ഷാനവാസ് തിരുവത്ര, ഇർഷാദ് K ചേറ്റുവ, ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, CA ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വെങ്ങിണിശ്ശേരി ചെറാട്ട് തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ വിമൽ വിളമ്പത്തിന്റെ ശിക്ഷണത്തിൽ പഞ്ചാരി മേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം 21-ന് വൈകിട്ട് 6:30 നടക്കും. ചടങ്ങുകൾക്ക് ഭദ്രദീപം മേളരത്നം കൊടകര ഉണ്ണി നിർവഹിക്കും. അരങ്ങേറ്റ ചടങ്ങുകൾ തത്സമയം മീഡിയ 4-ൽ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6805 രൂപ, പവന് 54,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം സമാപിച്ചു. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ആവേശക്കാഴ്ചയായ കുടമാറ്റത്തിന് സാക്ഷിയായി ജനസാഗരം. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നിറത്തിലുമുള്ള കുടകൾ പൂരപ്രേമികൾക്ക് നയന മനോഹര കാഴ്ചയൊരുക്കി. പൂരം ചടങ്ങുകൾക്ക് പോലീസ് തടസ്സം നിന്നതോടെ തൃശൂർ പൂരം ഇന്ന് പുലർച്ചെയോടെ നിർത്തിവെച്ചു. തിരുവമ്പാടി ദേവസ്വമാണ് പൂരം നിർത്തിവെച്ചത്. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരം സംഭവം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.